ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളി ഞാനിവിടെ 300 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അച്ചാറുണ്ടാക്കുന്ന പല വീഡിയോകളും കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതിൻ്റെ അകത്തൊക്കെ വെളുത്തുള്ളി ഒത്തിരി ടൈം കുക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നേ ഉള്ളൂ, വാടാൻ തുടങ്ങണേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ നല്ല രീതിയിൽ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചൊറുക്ക ചെന്ന് കഴിയുമ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതിലേക്ക് ചൊറുക്ക ചെന്ന് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളി പച്ച ടേസ്റ്റിലേക്ക് അല്ലെങ്കിൽ പച്ച ചുവയിലേക്ക് തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇച്ചിരി മൂത്തതിന് ശേഷമാണ് അച്ചാർ ഇടാൻ വേണ്ടി വെളുത്തുള്ളി എടുക്കേണ്ടത്. അതിലേക്ക് ചൊറുക്ക ചെല്ലുന്നുണ്ട്, പുളി രസം അതിലേക്ക് ചെല്ലുമ്പോൾ അതിന് ഒരു പച്ച ടേസ്റ്റിലേക്ക് വരും. ഞാനിപ്പോൾ ഇത്രയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതും കായത്തിൻ്റെ പൊടിയും ഇത്രയും മെയിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി ആ മസാലകളെല്ലാം ഒന്ന്, നമ്മളിട്ട പൊടികളെല്ലാം ഒന്ന് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് ഇളകി വന്നു കഴിയുമ്പം ഇതിലേക്ക് ആവശ്യമായ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ ഇച്ചിരി കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടത് കുറവായിരുന്നു, ഉപ്പും കുറവായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ രീതിയിൽ അല്ലെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് അച്ചാറിട്ടൊന്ന് നോക്കുക. അതായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് നൽകുന്നത്. ഇതുപോലത്തെ സിമ്പിളായ റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.